നമസ്കാരം. ഞാൻ ഡോക്ടർ ഷമീം, കിംസ് ഹെൽത്ത് എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്ലിനിക്കൽ ഡയറക്ടർ ആൻഡ് ഗ്രൂപ്പ് കോർഡിനേറ്ററാണ്. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രോമ അല്ലെങ്കിൽ വാഹനാപകടങ്ങളെക്കുറിച്ചാണ്. നമുക്കറിയാം, എല്ലാ വർഷവും ഏകദേശം 20 മുതൽ 30 ദശലക്ഷം ആളുകളാണ് ഓരോ ട്രോമ അല്ലെങ്കിൽ വാഹനാപകടങ്ങൾ കാരണം ഹോസ്പിറ്റലിനെ സമീപിക്കുന്നത്. അതിൽ തന്നെ ഏകദേശം 3 മുതൽ 5 ദശലക്ഷം ആളുകൾ മരണത്തിന് കീഴ്പ്പെടുന്നുണ്ട്. ഇനി ട്രോമ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വാഹനാപകടങ്ങൾ മാത്രമല്ല, അത് ചിലപ്പോൾ വീഴ്ചകളായിരിക്കാം, അല്ലെങ്കിൽ പൊള്ളലേൽക്കുന്നത് കാരണമായിരിക്കാം, അല്ലെങ്കിൽ വർക്ക് സൈറ്റ് ഇഞ്ചുറീസ്, അല്ലെങ്കിൽ മുങ്ങി മരണം. ഇതെല്ലാം നമ്മൾ ട്രോമ എന്നുള്ള ഗ്രൂപ്പിൽ തന്നെയാണ് പെടുത്തുന്നത്. ഇനി ശ്രദ്ധേയമായ ഒരു കണക്ക് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഈ ട്രോമ നമ്മൾ പ്രോപ്പറായിട്ടൊരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 50% മരണങ്ങളും നമുക്ക് ഇത് പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അതിലാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗോൾഡൻ അവർ കൺസെപ്റ്റ് വരുന്നത്. അതായത് ഒരു ട്രോമ സംഭവിച്ച് ഒരു വിദഗ്ധ ചികിത്സ എത്തിക്കുന്നതിലേക്കുള്ള ആ ടൈമിനെയാണ് നമ്മൾ ഗോൾഡൻ അവർ എന്ന് പറയുന്നത്. നമ്മൾ ഗോൾഡൻ അവർ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ് നമ്മൾ കേരളം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ബാക്കിയുള്ള സംസ്ഥാനങ്ങളെല്ലാം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലാണ് നമ്മൾ ഒരുവിധം ഈ ഗോൾഡൻ അവർ എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ട്രീറ്റ്മെൻ്റ് എല്ലാം പേഷ്യൻസിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് തന്നെ നമ്മൾ വെസ്റ്റേൺ കൺട്രീസിലെല്ലാം ഗോൾഡൻ അവർ എന്നുള്ള കൺസെപ്റ്റ് മാറി ഇപ്പോൾ പ്ലാറ്റിനം അവേഴ്സിലോട്ടൊക്കെ ആക്ച്വലി ഇത് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗോൾഡൻ അവറിൽ എന്തെല്ലാം ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്, അതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങൾ ഒരു വാഹനാപകടം സംഭവിച്ച ഏരിയയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, രോഗികളെ അലക്ഷ്യമായിട്ട് വലിച്ചെടുക്കാതിരിക്കുക, അവരുടെ നട്ടെല്ല് കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കുക. പിന്നീടുള്ളതാണ് നമ്മൾ വായിലൂടെ അവർക്ക് ഒന്നും കൊടുക്കാതിരിക്കുക എന്നുള്ളത്. ഇപ്പം നമ്മൾ വെള്ളം കൊടുത്താൽ പോലും ചിലപ്പോൾ അത് ശ്വാസനാളത്തിൽ പോയി തടസ്സമുണ്ടായി പേഷ്യൻസിന് ബുദ്ധിമുട്ടുണ്ടാക്കാനേ അത് ആക്ച്വലി ഉപകരിക്കത്തുള്ളൂ. അപ്പം ഇതെല്ലാം കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ട് വായിലൂടെ നമ്മൾ ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നും കുടിക്കാൻ കൊടുക്കരുത്. ഇനി നമ്മൾ ഓർത്തെടുക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഗോൾഡൻ അവറിൽ നമ്മൾ എന്തെല്ലാം മാനേജ്മെൻറ്റ് പേഷ്യൻസിന് കൊടുക്കാമെന്നുള്ളതാണ്. ഇപ്പോൾ ഗോൾഡൻ അവറിൽ നമുക്ക് കൊടുക്കാവുന്ന മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്, എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ അടുത്തുള്ള ഒരു ട്രോമ ടീം അവൈലബിൾ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽസിലോട്ട് പേഷ്യൻസിനെ എപ്പോഴും നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ ട്രോമ ടീം എന്ന് പറയുന്നത് ഒരു എമർജൻസി ഫിസിഷ്യൻ, ജനറൽ സർജൻ, ഓർത്തോപെഡിഷ്യൻ, ന്യൂറോ സർജറി, CT ഫെസിലിറ്റികളുള്ള ഒരു ഹോസ്പിറ്റലാണ് ഞാൻ ഈ ട്രോമ ടീം അല്ലെങ്കിൽ ട്രോമ സെൻറ്റർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്കൊരു ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ ആ പ്രദേശത്തോട്ട് പോയി, ഞാൻ പറഞ്ഞതുപോലെ തന്നെ അലക്ഷ്യമായി വലിച്ചിഴക്കാതെ നട്ടെല്ല് കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഒരു ടെർഷ്യറി കെയർ ഹോസ്പിറ്റലിലോട്ട് അല്ലെങ്കിൽ ഒരു ട്രോമ സെൻറ്ററുള്ള ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അത് എപ്പോഴാണ് എന്നുള്ളതാണ് നമ്മൾ ഗോൾഡൻ അവറിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. അതായത് ഒരു ട്രോമ സംഭവിച്ച് ഏകദേശം 1 മണിക്കൂറിനകത്ത്, അതാണ് നമ്മൾ ട്രോമ അല്ലെങ്കിൽ വാഹനാപകടങ്ങളിൽ നമ്മൾ ഗോൾഡൻ അവർ എന്നുള്ള കൺസെപ്റ്റ് പറയുന്നത്. ഇനി നമുക്കറിയാം, കേരളത്തിലെല്ലാം ഇപ്പോൾ സുസജ്ജമായ ആംബുലൻസ് സൗകര്യങ്ങൾ ലഭ്യമാണ്. അപ്പം നമുക്ക് പല ഹോസ്പിറ്റൽസിൻ്റെ ആംബുലൻസ് നമ്പേഴ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാകും, അല്ലെങ്കിൽ 108 എല്ലാം നമുക്ക് ഉപകരിക്കാവുന്നതാണ്. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാലും നമ്മൾ ഈ പ്രീ ഹോസ്പിറ്റൽ കെയറിൽ കുറച്ച് പ്രാവീണ്യം നേടിയിട്ടുള്ള EMTs അല്ലെങ്കിൽ എമർജൻസി മെഡിസിൻ ടെക്നീഷ്യൻസ്, നേഴ്സസ്, ഡോക്ടേഴ്സ്, ഇവരെല്ലാം നമ്മുടെ ആ സ്പോട്ടിൽ തന്നെ വന്ന് ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് പെട്ടെന്ന് തന്നെ ഒരു വിദഗ്ധ ചികിത്സ എത്തിക്കുന്ന ഒരു സെൻറ്ററിലോട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മളെപ്പോഴും പറയുന്നതാണ്, ടൈം ഈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്നുള്ളത്. അത് എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ, കാരണം നമുക്ക് പല കാര്യങ്ങളും ടൈമിനനുസരിച്ച് നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് അത്യാഹിത വിഭാഗത്തിൽ 1 മണിക്കൂറിനകത്ത് എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഗോൾഡൻ അവർ മാനേജ്മെൻറ്റ് ആ പേഷ്യൻസിന് കൊടുക്കാൻ പറ്റും. കാരണം ഇപ്പോൾ നമുക്ക് ട്രോമയിൽ പൊതുവേ മരണത്തിനുണ്ടാവുന്ന കാരണങ്ങളെന്ന് പറയുന്നത്, അത് ചിലപ്പോൾ ഒരു ഹെഡ് ഇഞ്ചുറി ആയിരിക്കാം, അല്ലെങ്കിൽ നട്ടെല്ലിനേൽക്കുന്ന ക്ഷതങ്ങൾ കാരണമായിരിക്കാം, അല്ലെങ്കിൽ ശ്വാസനാളത്തിലുള്ള തടസ്സങ്ങളായിരിക്കാം, അല്ലെങ്കിൽ രക്തസ്രാവം അല്ലെങ്കിൽ ആന്തരിക രക്തസ്രാവം ആയിരിക്കും. ഇപ്പം നമുക്ക് എക്സ്റ്റേണൽ ബ്ലീഡിങ് ആണെന്നുണ്ടെങ്കിൽ അത് സ്പോട്ടിൽ തന്നെ നമുക്ക് ആക്ച്വലി കംപ്രസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് ഒരു ഇതുപോലെയുള്ള ഒരു ട്രോമ ടീം ഉള്ള ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് ആ പ്രോപ്പർ മാനേജ്മെൻറ്റ് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ആന്തരിക രക്തസ്രാവം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നതാണ് ആ പേഷ്യൻസിന് പെട്ടെന്ന് തന്നെ ബ്ലഡ് കമ്പണൻസ് അല്ലെങ്കിൽ ബ്ലഡ് കൊടുക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നമ്മൾ സർജറിയിലോട്ട് മൂവ് ചെയ്യുന്നതാണ് ഈ പേഷ്യൻസിനെ. ഇനി ഹെഡ് ഇഞ്ചുറി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ CT സ്കാൻ എടുത്ത് നോക്കും. ആ CT സ്കാൻ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ബാക്കിയുള്ള ഇഞ്ചുറീസ് എല്ലാം മാനേജ് ചെയ്യുന്നത്. കാരണം പ്രൈമറി ഹെഡ് ഇഞ്ചുറി ഇപ്പോൾ ആൾറെഡി സംഭവിച്ചു, ബാക്കിയുള്ള സെക്കൻഡറി ഇഞ്ചുറീസ് എല്ലാം നമുക്ക് ഗോൾഡൻ അവറിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. അപ്പം
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ ഗോൾഡൻ അവർ ട്രീറ്റ്മെൻറ്റ് കുറച്ചും കൂടെ ബെറ്ററാണ് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. എന്നാലും നമ്മൾ പ്രീ ഹോസ്പിറ്റൽ കെയറിലും ബാക്കിയുള്ള ഏരിയകളിലും ഇനിയും ഇമ്പ്രൂവ് ആകേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഒരു ആവശ്യകത, അതില്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഓരോരുത്തർക്കും പറഞ്ഞു തന്നത്. താങ്ക് യു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.